ഫ്രഷപ്പായ ഹോട്ടലൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ രാവിലെ വന്ന് ഫ്രഷപ്പായി ഇനിയിപ്പോൾ നമ്മൾ ചായയും കുടിച്ചിട്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഓക്കെ. പിന്നെ ചായ കുടിക്കുന്നതാണ് ഗായ്സ്. നമ്മളിതാ ഇവിടുന്ന് ഫ്രഷപ്പായി ഇപ്പോൾ ഇറങ്ങും ഗോൾഡൻ ടെമ്പിളിലേക്ക്. ഹോട്ടൽ കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നോടാണ് ജാക്കറ്റ് ലോക്കറിൽ വെച്ച് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ലോക്കറിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് കാണാം. അല്ല, നമുക്ക് ചായ കുടിക്കാണ്ട്, ചായയും കുടിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഗോൾഡൻ ടെമ്പിളിലേക്ക് നടക്കുന്ന വഴിയാണിത്. ഒരു പയ്യാനോട് ചോദിച്ചാൽ 1 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയില്ല, നമ്മൾ നടന്നു നോക്കുക 1 കിലോമീറ്റർ ആണോ ഉള്ളതെന്നുള്ളത്. നടക്കണം, ഗോൾഡൻ ടെമ്പിൾ എത്തിയിട്ട് കാണാം. Erase all the past and the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off. ഇതെല്ലോ 50 റുപ്പീസ് കേട്ടോ, 50 രൂപ. നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് നല്ലോണം ഇഷ്ടമായില്ല. നല്ല രസമുണ്ട്. വാങ്ങിക്കുന്നാലേ ഇതാണ് കേട്ടോ. ഞാൻ ബട്ടൂരിയും പിന്നെ അതിൻ്റെ കൂടെ ചെന്ന മസാലയും പിന്നെ ഇവിടുത്തെ എന്തോ ഒരു കറിയും ഫ്രീ ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ, ജാലിയൻവാലാ ബാഗിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഹോട്ടലിൽ. എല്ലാം ഉണ്ട്, നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. ഞാൻ ബട്ടൂരിൻ്റെ കൂടി 2 കറി ഫ്രീ ആണ്. പിന്നെ ഇല്ലാസ്ക നോർമൽ ദോശ. ഗൈസ്, എന്ത് ഭംഗിയാണെന്നറിയാം ഈ സ്ട്രീറ്റ് കാണാൻ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അടിപൊളി. നമ്മൾ ജാലിയൻവാലാ ബാഗിൻ്റെ അടുത്താണുള്ളത്. പിന്നെ ഗോൾഡൻ ടെമ്പിളാണ് നിങ്ങളാ കാണുന്ന സൂം ചെയ്തിട്ടുള്ളത് അവിടെ. അപ്പോൾ എനിക്കും എൻ്റെ ഫാമിലിയുള്ളവർ വന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിലേക്ക് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ നോക്കി എന്ത് നീറ്റ് സ്ട്രീറ്റൊക്കെ. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ പറയേണ്ട അവസ്ഥയിൽ എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടുന്ന് ഇങ്ങനെ കാണാൻ. ജാലിയൻവാലാബാഗിലേക്ക് എൻ്റർ ചെയ്ത് ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങളല്ല, അതിൽ പങ്കെടുത്ത നേതാക്കന്മാരെ ഫോട്ടോകൾ ഇങ്ങനെ എന്താ പറയുക, ഇതിനെ കുത്തി വെച്ചതെന്നോ അല്ലെ അങ്ങനെ ആക്കി വെച്ചിട്ട്. പിന്നെ നല്ല പാട്ടാട്ടോ. കയറി വരുമ്പോൾ തന്നെ വന്ദേ ഭാരതം എന്നുള്ള പാട്ടാണ്, വന്ദേ മാതരം. അടിപൊളിയാട്ടോ, നല്ല സ്ഥലം, നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മളിങ്ങനെ നടന്നു നോക്കുക. സൂപ്പർ. അപ്പോൾ ഇതാണ് ജാലിയൻവാലാ ബാഗ് നടന്ന സ്ഥലം. നമുക്കിനി മെയിൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ മാപ്പൊക്കെ കൊടുത്തിട്ടോ. ഇതൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇതിൽ പറയുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതിൽ പങ്കെടുത്തോലെയും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോയിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അത് നടത്തി കന്യാരാലേക്ക് വീഡിയോ എടുത്തു. അടുത്ത സ്റ്റുഡിയോ അല്ല, ജസ്റ്റ് ഒരു ഗാലറി പോലെ ഓരോ റൂം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഗാലറി 2ലേക്ക് പോകാം. ഗാലറി 2 എന്താണെന്ന് നോക്കാം. ഇവിടെയൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണേൽ വായിച്ചൊക്കെ ചെയ്യാം. ഹിന്ദിയിലും എഴുതിയിട്ട് ഇംഗ്ലീഷിലും എഴുതിയിട്ട് ഇയറൊക്കെ കൊടുത്തിട്ടോ. ഇതിലൊക്കെ പറയുന്നുണ്ട്. ഇതാ
ഇവിടെ ഏരിയയ്ക്ക് ബോംബെ ഫോർമൽ ലേഡീസ് മീറ്റിംഗ് ചെയ്യണം. ചിന്ന ബൈക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം. അത്രക്കും അടിപൊളിയാണ്. നമ്മളിത് വേറൊരു ഗാലറി ആട്ടോ. ഇവിടെ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ കേട്ടോ. शांति प्रिय और बिना के प्रदर्शनकारियों पर हुई इस अकारण फायरिंग के चलते लोग उत्तेजित हो हिंसा पर उतर आए, जिसमें 5 अंग्रेजों की जान चली गई. ഇതിൻ്റെ എക്സാമ്പിൾ മോഡലാട്ടോ. നമ്മൾ വെടിവെക്കുന്നതിൻ്റെ എക്സാമ്പിൾ മോഡലാണ്. ഉണ്ടോ ഷഹീദ് വെൽ. ഇത് കിണറാണ്. ഇതിൽ ഒരുപാട് പേര് മരണപ്പെട്ട് സമയത്ത് ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പോൾ ആ കിണറാണിത്. നമ്മൾ കാണുന്നതെന്ന് തന്നെ അറിയില്ല, അത്രയും അറ്റം വരെ ഉണ്ട്. നിങ്ങൾ കാണുന്നറിയില്ല. ഗൈസ് കണ്ടോ, ഇതൊക്കെ ഈ വെള്ള മാർക്ക് ഇട്ടതൊക്കെ ശരിക്കും വെടിവെച്ചതാണ്. ഈ വെള്ള മാർക്ക് ഇങ്ങനെ ഇട്ടതൊക്കെ വെടിവെച്ചതാണ്. പാവം എത്ര ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവും. കൂലിയെ കാട്ടാൻ നമ്മൾ എൻട്രി ആണ് ഇവിടുന്ന്. ഇതിലൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ. പക്ഷെ അവളിങ്ങനെ ആക്കിയെടുത്തില്ലല്ലേ. ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടെടുക്കാണെങ്കിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ പേര് മറന്നായി. ഇതാണ് കേട്ടോ അത് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതിൻ്റെ പേരെന്തെങ്കിലും ഇതാണ്. ഇതൊക്കെ വെടിവെച്ചത് കേട്ടോ. ഇതൊക്കെ വെടിവെച്ചത്. ഈ വെള്ള മാർക്കിട്ടതൊക്കെ വെടിവെച്ചത് കേട്ടോ സ്ഥലങ്ങളാട്ടോ. വെള്ള മാർക്കുകളൊക്കെ വെടിവെച്ച ഭാഗങ്ങളാണ്. ജാലിയൻവാലാ ബാഗിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. അപ്പം ഗോൾഡൻ ടെമ്പിൾ പോയിട്ട് കാണാം. നമ്മൾ എക്സിറ്റ് എത്തിട്ടോ. അപ്പം ഇനി നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് കാണാം. ഓക്കെ, ഗോൾഡൻ ടെമ്പിളും ജാലിയൻവാലാ ബാഗൊക്കെ കാണാനും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ജാലിയൻവാലാ ബാഗ് കണ്ടു. ഇനി അതിനെക്കുറിച്ച് ചരിത്രം എനിക്കങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നപ്പോൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഗോൾഡൻ ടെമ്പിൾ പോകണം. ഗോൾഡൻ ടെമ്പിൾ പോകണം കുറേ കാലമായി പൂതി വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗോൾഡൻ ടെമ്പിൾ ഗൈസ്. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. എനിക്ക് സൗണ്ട് ഇല്ല കേട്ടോ. 2-3 ദിവസമായി സൗണ്ടൊക്കെ പോയിട്ടെടുക്കണം. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ ബേക്കിൽ നിങ്ങൾ ഫോണിൽ കാണുന്ന ഗോൾഡൻ കളറായി കാണുന്നതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. ഞാൻ അവിടെ എത്തിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോ എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി എവിടത്തേക്കുള്ളതെന്ന് അറിയില്ല. ഇതാണ് ഇവിടെ ഇങ്ങനെ പ്രാവ് ഇങ്ങനെ പറക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. കാണുന്നുണ്ടെന്നറിയില്ല നിങ്ങൾ മേലെ ഞാൻ കാണിച്ചത്. ബോർഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് ഏൽപ്പിച്ചതാണ്. അപ്പോൾ നമ്മളിനിപ്പം ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. അതിലൊരു ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി വാഗാ ബോർഡിലെത്തിയിട്ട് കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ത്യ പാക് ബോർഡറിലാണ്, അതായത് പാകിസ്ഥാൻ്റെ ബോർഡറിലാണ് നമ്മളുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ
ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി കാണാം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പം ലാസ്റ്റ് ഒരു പ്ലെയിൻ ദോശയാണ് ഓർഡർ ആക്കി. ഞാനിപ്പം കുറച്ച് മുന്നേ മോമോസ് കഴിച്ചത് കൊണ്ട് എനിക്കൊന്നും വേണ്ട. ഇനിയിപ്പം ഫുഡും കഴിച്ച് നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൽ പോവും. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടുന്ന് നമ്മൾ നേരെ നിസാമുദ്ദീൻ. അപ്പോൾ ഇനി ബാക്കി റെഡി കാണാം. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ട്രെയിന് 11 മണിക്കാണ്, ഇപ്പോൾ 9 മണിയായി. ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ട് റിക്ഷ വിളിച്ചിട്ട് വേണം പോകാൻ. റിക്ഷ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കുറച്ച് ഇരുന്നാലും വേണ്ടില്ല, വേഗം പോകണം. പിന്നെ ഹർബറി ആയി പോകും. കുറേ ലഗേജും കാര്യങ്ങളും കുട്ടികളൊക്കെ ഉള്ളല്ലേ. അപ്പോൾ മാക്സിമം നേരത്തെ പോകാൻ വേണ്ടി നോക്കണം. ഭയങ്കര തണുപ്പാട്ടോ. അപ്പം എൻ്റെ ഫാമിലിയിലെല്ലാവരും ഇവിടുന്ന് തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിച്ച്. ഇവിടുന്ന് ഫ്രീ ഭക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ച്. ഞാൻ വൈകുന്നേരമല്ല, കുറച്ച് മുന്നേ മോമോസ് കഴിച്ചിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ട, എൻ്റെ വേറെ ഫുള്ളായ പോലെ. അപ്പോൾ ഞാൻ കഴിച്ചില്ല. എന്താണെന്ന് നോക്കുന്നത് ചപ്പാത്തിയും വേറെന്തോ ഒരു കറിയോ അങ്ങനെ എന്തോന്നാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്യും. രാവിലെ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ, ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ, ടൈമുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യും, ടൈമില്ലെങ്കിൽ ഷോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നേരം കാണാം. ഭയങ്കര തണുപ്പാണ് മക്കളെ, ഭയങ്കര തണുപ്പാണ്. നല്ല ഭംഗിയായിട്ട് രാത്രി ഇവിടെ അങ്ങനെ കാണാൻ തന്നെ. ഓക്കെ, അപ്പം ഇവിടെയൊക്കെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. വല്ലപ്പോഴും ഒരിക്കലും ഇവിടെ വരണം. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പം നമ്മൾ ഡൽഹിയിലേക്കുള്ള ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിനിപ്പോൾ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം. അപ്പം അടുത്ത വീഡിയോ കാണാൻ കേട്ടോ, ആരും മിസ്സാക്കരുത്. ഓക്കെ, ബൈ.